നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. അവർ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങുന്നു. പ്രധാനമന്ത്രിയെ കാണാനായി കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് അമിത്ഷായോട് അവർ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് 12 മണിയോടുകൂടി ഒരു ചർച്ച നടക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. മാത്രമല്ല, കന്യാസ്ത്രീകളുടെ മോചനത്തിനാവശ്യമായ ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്താമെന്നും അമിത്ഷാ ഉറപ്പു നൽകിയതായി അറിയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ സംസ്ഥാന BJP പറഞ്ഞിട്ടും നടക്കാത്ത കാര്യം ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് നടക്കുമോ എന്ന് ഫാദർ കരുതുന്നുണ്ടോ? കരുതുമെന്ന് എനിക്ക് സംശയമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് കത്തോലിക്ക ക്രൈസ്തവരുടെ വോട്ട് നേടിയാണ്. അത് സുരേഷ് ഗോപി ഓർക്കുന്നുണ്ടോ? അത് BJPക്കാർക്ക് അറിയാമോ? ഇവർക്കൊക്കെ നിരന്തരമായി മെത്രാൻ്റെ ഭവനത്തിൽ കയറി കേക്ക് മുറിക്കുകയും ആശംസ നടത്തുകയും ചെയ്തത് എന്തിനായിരുന്നു? ഇതൊക്കെ കാപട്യമല്ലേ എന്ന ചോദ്യമാണ് നമ്മളെല്ലാവരുടെയും മുമ്പിലുള്ളത്. ഈ കാപട്യം, കപടനാട്യം ഈ കേരളത്തിനകത്ത് BJPക്കാരൻ നടത്തി എന്നുള്ളതിൻ്റെ ദുഃഖകരമായ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ഹിന്ദു മതത്തോട് യാതൊരു വിരോധമോ ഒരു നേരായ എന്തെങ്കിലും വിഷമമോ ഞങ്ങൾക്ക് ആർക്കുമില്ല. മറിച്ച് ഹിന്ദുത്വം എന്നുള്ളത് ഒരു മൗലികവാദമാണ്, ഫാസിസമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാവരും. ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് സഭയുടെ പിന്തുണ കൂടിക്കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ സുരേഷ് ഗോപിയുടേതായിട്ടൊരു പ്രതികരണം കേട്ടിട്ടില്ല, വന്നതായി അറിയത്തുമില്ല. സംസ്ഥാന BJP അധ്യക്ഷൻ പറയുന്നുണ്ട് ഈ കന്യാസ്ത്രീകൾ അവർ കുറ്റക്കാരല്ല, അവർ അവിടെ ക്രൂശിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രത്തിന് വേറൊരു നിലപാടാണ്. ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം, സംസ്ഥാന BJPയിൽ തന്നെ നേതാക്കൾക്കിടയിൽ 2 നിലപാടെന്നാണ്. പകുതി പേർ ബജ്രംഗ ദളിനെ അനുകൂലിക്കുകയും പകുതി പേർ ഈ സഭയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഫാദർ, ഇത് നമ്മൾ കാണേണ്ടത് ഒരു ഫാസിസ്റ്റ് മനോഭാവത്തിൻ്റെ ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ ഇവിടെ BJPയുടെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, മനുഷ്യർ തമ്മിലുള്ള ഐക്യം, സാഹോദര്യം, എല്ലാ ഇന്ത്യക്കാരും തുല്യരാണെന്ന് ബജ്രംഗ് ദൾ പോലുള്ള ഹിന്ദുത്വ ശക്തികൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഗൗരവമായ സംശയമുണ്ട്. ബ്രാഹ്മണ്യം നടപ്പിലാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്? തൊട്ടുകൂടായ്മ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനാണോ ഇവർ ശ്രമിക്കുന്നത് എന്ന ആശങ്ക സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ്. മനുഷ്യനായി കാണാനും എല്ലാ മനുഷ്യരെയും മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ, ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യമായി കാണുന്ന ഭരണഘടന ഇവർ വെല്ലുവിളിക്കുകയാണ്. അതാണ് കോടതികളിലും നമ്മുടെ സമൂഹത്തിലും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ഭരണത്തിന് കഴിയില്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്, ഒരു വലിയ അപകടമാണ്. ഈ അപകടത്തിലേക്കാണ് രാജ്യം അടിവെച്ച് മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായി പറയേണ്ടത് നരേന്ദ്രമോദിയെ പോലുള്ളവരും അമിത്ഷായെ പോലുള്ളവരുമാണ്. അവരാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ കാണേണ്ടത് ഈ ഇരട്ടത്താപ്പ് എല്ലായിടത്തും പ്രയോഗിക്കുന്നുള്ളതാണ്. എന്താണ് നോർത്ത് ഈസ്റ്റിലെ ക്രൈസ്തവരെ പീഡിപ്പിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് അല്പം പോലും സമയമെടുത്ത് അവിടെ പോയി കാണാനോ കാര്യങ്ങളെന്ന് തിരക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ന്യൂനപക്ഷങ്ങളുടെ സമീപനത്തിൽ തികഞ്ഞ അക്രമത്തിൻ്റെ അഴിച്ചുവിടലാണ് ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നത്. ഇത് പറയുന്നവരെയും വേട്ടയാടുന്ന നമുക്കെല്ലാവർക്കും EDയെ കൊണ്ട് ഇഷ്ടമില്ലാത്തൊരു വേട്ടയാടുകയും അവരെ കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഭീകരമായ അനീതിയുടെ ലീഗലൈസേഷൻ ഈ നാട് നടന്നത് നമുക്കാർക്കും മറക്കാനാവില്ല. ഇതാണ് BJP തുടങ്ങുന്ന, ഇതാണ് അവരുടെ പ്രത്യയശാസ്ത്രം. ഇതാണ് ഭാരതത്തിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നത്. ഹിന്ദു രാഷ്ട്രമാണ്, അത് മൗലികവാദമാണ്, ഫാസിസമാണ്. അതിലെ ജനങ്ങളും ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും തിരിച്ചറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.